ഹലോ, വെൽക്കം ടു മൈ ചാനൽ. സോറി, കുരുവീസ് ചാനൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഷോപ്പിങ്ങിനാണ്. ഇന്ന് എവിടെ പോണം നമ്മള്? രാമേന്ദ്രനിലോ? രാവിലെ എവിടെയും പോകണല്ലോ. അപ്പം ഞങ്ങൾ രാമേന്ദ്രനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. രാമേന്ദ്രൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ഷോപ്പിംഗ് സ്പോട്ടാണ്. അപ്പം ഞങ്ങൾ 5 പേര് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. എവിടെ പോണ്? ഷോപ്പിങ്ങിന് പോവാന്ന് പറ. പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. മോളെ പേരെന്താ? മോളെ പേരെന്താ? പേരെന്താ പറ. രാമേന്ദ്രനിൽ പോയിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട്. ഇപ്പൊ ഇതാ ഞങ്ങൾ ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ട് ഞങ്ങൾ അതിൻ്റെ അതിൽ കയറാൻ പോവാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അറിയില്ല, എനിക്ക് 2 ടീഷർട്ട് എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ടീഷർട്ടിന്റെ സെക്ഷനിലേക്ക് പോവാണ്. ഈ കുരിപ്പാണ് പറഞ്ഞത് ഇവിടെ അത്യാവശ്യം നല്ല ടീഷർട്ട് സെലക്ഷൻ ഉണ്ട് എന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ചിലതൊക്കെ നല്ലത് ആണെന്ന് തോന്നി. അപ്പം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു യെല്ലോ കണ്ടു, അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പിങ്ക് കണ്ടു, അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. നിറയെ സ്റ്റാർസ് ഒക്കെ ഇട്ട് അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു, ടീഷർട്ടായിരുന്നു. ഇത് ഓടിക്കളിയാ ഇവിടെ. അമ്മയ്ക്ക് ഒരു ടീഷർട്ട് എടുത്തു കൊടുക്കുക. പിക്കി ഇതിൽ നോക്ക്, ഇതിൽ നോക്കി നോക്ക്. നല്ല ടീഷർട്ട് എടുത്തു കൊടുക്കുക അമ്മയ്ക്ക്. ഇവിടെ കൈ മുട്ടി. ഞങ്ങൾ തൊട്ടപ്പുറത്ത് വേറെ കുറേ ടീഷർട്ട്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ പോയി വലിച്ചു നോക്കി. അതിൽ പക്ഷെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു ടോപ്പ് എടുത്തു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചതൊക്കെ കെട്ടിപ്പോയി ഞാൻ ചെന്നൈയിലേക്ക് കൊണ്ടുപോകണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. അപ്പോഴാണ് കുരുവിക്ക് വിശന്ന് വലഞ്ഞ് കുടല് കരിഞ്ഞത്. അപ്പം ഞാൻ അവൾക്ക് കുറച്ച് പാല് കൊടുത്തു. ഇതാ ഞങ്ങളിപ്പോൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. പിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതേപോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അവളുടെ ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. അത് എവിടെ കണ്ടാലും അവൾ പൊക്കും. എന്തിനാ പിക്ക് അവിടെ കാണുന്ന ആപ്പിളൊക്കെ എടുത്ത് കഴിക്കണം. അതിനാണ് അവളിവിടെ കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ഈ പച്ചക്കറി, ഫ്രൂട്ട്സ് അതൊക്കെയാണ് ഇഷ്ടം. ബേക്കറി, മിഠായി അതൊന്നും ഇഷ്ടമല്ല. ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ഒന്നല്ല. കുട്ടിക്ക് തീരെ ക്ഷമയില്ല. ഈ ആപ്പിൾ ഇപ്പൊ തന്നെ കഴിക്കണം. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. എന്താ കിച്ച മൗണ്ട് എവറസ്റ്റ് കീഴടക്ക് എത്രയും പണിയില്ല. ഒരു സാധനം നോക്കാൻ 2 സമ്മതിച്ചിട്ടില്ല കേട്ടോ. 2 ചികിടുകളും ഭയങ്കര കച്ചറിയായിരുന്നു. ഈ 2 നോക്കി ഞങ്ങളുടെ ഉപ്പാട് ഇളകി. ദൈവ അവിടെ ഉപ്പാട് ഇളകിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, നല്ല രീതിയിൽ വിശപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് വന്ന് വല്ലതൊക്കെ തട്ടാൻ. അവിടെ ഞങ്ങൾ മേടിച്ചത് ഒരു പപ്രി ചാറ്റ് ഉണ്ട്, പിന്നെ അതേപോലെ പിസ്ത ഷേക്ക് ഉണ്ട്, സാൻഡ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു കേക്ക് ഫഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കഴിക്കാൻ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ആകെ 260 രൂപയായിട്ടുള്ളൂ ഇതെല്ലാം കൂടെ വാങ്ങിയിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിംഗ് ആയിരുന്നു. എല്ലാം നന്നായിട്ടും ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് മാത്രമാണ് കുറച്ച് ഫ്ലോപ്പ് ആയത്. ബാക്കിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവർ 2 പേരും, കുട്ടികളെ 2 പേരും വെച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കുരുവി എപ്പോഴേക്കും ഉറങ്ങിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മാനേജ് ചെയ്തു. എന്നാലും അതിൻ്റെ ഒക്കെ ഇടയിൽ വ്ളോഗ് എടുക്കാൻ ഞാൻ കാണിച്ച മനസ്സാരും കാണാതെ പോരുത് കേട്ടോ. അങ്ങനെ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഞങ്ങളിപ്പോൾ ഓട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാലും ഒന്ന് വീടെത്തിയാൽ മതി എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഞങ്ങൾ 3 ഓട്ടോ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെയും തളർന്നു. ഇതപ്പോൾ അപ്പോഴാണ് ഒരു ചേട്ടൻ, അതാ ബാക്കിൽ വരുന്ന ഓട്ടോ ചേട്ടനാണ് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവിടാൻ പോകുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. രാത്രിയായി. 2 ഉറക്കി. ഏകദേശം 2 മണിയായി. 2 ഉറങ്ങി വന്നപ്പോഴത്തേക്കും. അപ്പം ഞങ്ങൾ മൂവി നൈറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ചിപ്സും അതേപോലെ കുർക്കുറേ അതും ഇതും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതിന് വേണ്ടിയിട്ട്. ഞങ്ങളോട് ജ്യൂസ് മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ ശംഭു ഇതാ ഒരു വാട്ടർമെലൺ ജ്യൂസ് ഈ കുപ്പിക്കകത്താക്കിയിട്ട് കൊണ്ടു തന്നിട്ടുണ്ട്. കുപ്പി കണ്ട് അതിനകത്ത് വേറെ എന്തെങ്കിലും തോന്നെങ്കിലും അതിൽ വാട്ടർമെലൺ ജ്യൂസാണ്. ലേസ് പാക്കറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി ഉണ്ട്. ഓറഞ്ച് ലേസാണ് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഓറഞ്ച് ലേസ്. അപ്പോൾ അതിഷ്ടമാണ്. അതും മേടിച്ചു. ഞങ്ങളൊരു ഹൊറർ മൂവിയാണ് നോക്കിയിരുന്നത്. ഹൊറർ മൂവി ഞാൻ കണ്ടിട്ടുള്ള മൂവിയാണ്, എന്നാൽ ഇവരെ പേടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ദ പൊസഷൻ ഓഫ് ഹാന ഗ്രേസ് എന്ന് പറഞ്ഞ മൂവിയാണ് ഞങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാം കോളായി. ഇവറ്റങ്ങൾ വേഗം എണീറ്റു. അരമണിക്കൂറിൽ എണീറ്റു. ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റില്ല. പകുതി പോലും ആയില്ല. അങ്ങനെ മൂവി നൈറ്റും ഫ്ലോപ്പായി. അവസാനം ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയാകുമ്പോൾ കിടന്നുറങ്ങി. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.